നമസ്കാരം. അങ്ങനെ നമുക്ക് കുറേ മുരിങ്ങപ്പൂവും മൊട്ടും ഇലയുമായിട്ട് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസത്തേക്കുണ്ട്. ഇത് നമ്മൾ വൃത്തിയായിട്ട് ആ ഇല ഊരിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇരിക്കും. പിന്നെന്താണ്, ഇലവർഗ്ഗങ്ങളിലത്തേക്ക് നമ്പർ 1 മുരിങ്ങയില. അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ എന്തും. നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യണില്ലേ? പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വളമെന്ന് പറയണത് ചാണകം, പച്ച ചാണകം. ചാണകമാണ് ഏറ്റവും നല്ല വളം. അതേപോലെ ഇലവർഗ്ഗങ്ങളിൽ നമ്മൾ കഴിക്കണില്ലേ, അതിൽ ഇലവർഗ്ഗങ്ങളിലത്തേക്ക് നമ്പർ 1 മുരിങ്ങയില. മുരിങ്ങയിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. ഗുണങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, സൂപ്പറാണ്. അതുകൊണ്ട് മുരിങ്ങയിലയും പൂവും കായും മുരിങ്ങക്കായും ഒന്നും പാഴാക്കി കളയേണ്ട, എല്ലാം ഉപയോഗിക്കുക. പിന്നെ മുരിങ്ങയില ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഊരിയെടുക്കുക, കവറിലിട്ട് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. മുരിങ്ങയില കണ്ടല്ലോ, കുറേ ഉണ്ട്. നമുക്കത് വൃത്തിയാക്കി വയ്ക്കാം. അപ്പം എല്ലാവരും മുരിങ്ങയില ഉപയോഗിക്കുക. ഒരു പിടി മുരിങ്ങയില എടുക്കുക, ഒരു 5 ഗ്ലാസ് വെള്ളം വയ്ക്കുക, അതിലോട്ട് ഒരു ഇഞ്ചി ചതച്ചിടുക, മുരിങ്ങയിലയിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുക. പിന്നെ തോരൻ ഉണ്ടാക്കാം, മുരിങ്ങയില തോരൻ. പിന്നെ മുരിങ്ങ കറികളുണ്ടാക്കുമ്പോൾ, മോര് കറി അങ്ങനെയുള്ള കറികളുണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാം. ചോളമൊക്കെ നമ്മൾ മഞ്ഞച്ചോളം, മറ്റേ ഞൊറുക്ക് ചോളം, ഇതൊക്കെ റെഡിയാക്കി എടുക്കൂലേ, അപ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില ഉപയോഗിക്കാം. കടുക് വറുക്കാനൊക്കെ മുരിങ്ങയില ഉപയോഗിക്കാം. എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ഉപയോഗിക്കാം. തോരൻ വയ്ക്കാം. തേങ്ങ ചതച്ചിട്ടും തോരൻ വയ്ക്കാം, തേങ്ങ ഇടാതെയും വയ്ക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നല്ല സൂപ്പർ താരമാണ് മുരിങ്ങയില. ഓക്കെ, ചേലക്കുടിയിൽ നിന്നും ലീലാമണി.